അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ് ഈ ഗ്രന്ഥം. എല്ലാവർക്കും വഴി കാണിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആനെ കുറിച്ച് മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കാനാണ് ഈ ഗ്രന്ഥം എന്ന് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുത്തഖിയല്ലാത്ത ഒരാൾക്ക് ഈ ഖുർആനിന്റെ ഒരു ഗുണവും ലഭിക്കില്ല. അവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആത്മപരിശോധന നടത്തുന്നത്. തഖ്വ ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്തവന് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് യാതൊരു ഗുണം കിട്ടൂല. അവിടെയാണ് നമ്മൾ പുനഃപരിശോധന നടത്തേണ്ടത്. ധൈര്യമായി അല്ലാഹുവേ, നീ പറഞ്ഞതിൽ അനുസരിച്ചു തന്നെ ഞാൻ ജീവിക്കുന്നു, നീ വിലക്കിയതൊന്നും എൻ്റെ ജീവിതത്തിലില്ലെന്ന് പറയാൻ നമുക്കാർക്ക് ആത്മധൈര്യമുണ്ട്. അങ്ങനെ ധൈര്യമുണ്ടോ, ആ ധൈര്യത്തിനനുസരിച്ചുള്ള സന്തോഷവും സ്വർഗവും നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട സുഹൃത്തുക്കൾ. എന്ത് പറഞ്ഞിട്ടും എത്ര വാദിച്ചിട്ടും തിഹാമ പർവ്വതത്തെ പോലെ വെളുത്തു നിൽക്കുന്ന നന്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും മനസ്സിന് സുഖം കിട്ടൂല, മനസ്സിന് സമാധാനം കിട്ടൂല, മനസ്സിന് സന്തോഷം കിട്ടൂല. അതെന്ത് കിട്ടണമെന്നറിയോ? ആർക്കേ കിട്ടുള്ളൂ? ഖുർആനിന്റെ ഫലം ആരിലേ പ്രവർത്തിക്കുള്ളൂ? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആത്മപരിശോധന നടത്തുന്നത്. എവിടെയൊക്കെ നമ്മൾ ആളുകളെ കാണുന്നു, അവർക്കൊക്കെ പറ്റിയ തകരാറ് എന്താ വെച്ചാൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ അതീവ സൂക്ഷ്മതയെ അവർ കാത്തു സൂക്ഷിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ ഞാനായതുകൊണ്ട് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഒരാളുടെയും സ്വകാര്യം മറ്റൊരാളോട് പറയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരല്ലേ നമ്മൾ ഒരാളുടെ രഹസ്യം നമ്മുടെ രഹസ്യം നമ്മൾ ആരോടെങ്കിലും പറയില്ല. വേറൊരാളൊരു രഹസ്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും പറയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ രഹസ്യങ്ങൾ ഏറ്റവും അധികം സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരില്ലേ, അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാറുണ്ട്. എപ്പോഴാ പറയാന്നറിയങ്ങൾ? നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു പെണ്ണ് വരുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടെന്ന് അവൾ അറിയുമ്പോൾ അവർ നിങ്ങളെ കുറ്റം പറയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയതയെ ചോദ്യം ചെയ്യും. അതെല്ലാവർക്കും അങ്ങനെ പറ്റണതല്ല. സൂക്ഷ്മത പാലിക്കുക എന്നൊക്കെ പറയാൻ എളുപ്പ സുഹൃത്തുക്കളെ. എപ്പോഴും ഏത് പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും എന്താ പറയാ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. വഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അലീമാ. നല്ല വാക്ക് പറയാ, സൂക്ഷ്മത പാലിക്കുക, നിങ്ങളെ പ്രവർത്തനം നന്നാവും, കർമ്മങ്ങൾ നന്നാവും, അള്ളാഹ് പുറത്തേരും, നിങ്ങൾ വിജയിക്കും. സൂക്ഷ്മത വലിയ പ്രയാസമാണ് സുഹൃത്തുക്കളെ. പലപ്പോഴും ആലോചിക്കും, ഒരു സത്യവിശ്വാസിയായി ജീവിക്കുന്നിടത്ത് ആദ്യം വേണ്ടത് നിഷിദ്ധങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് പറ്റണം, ഹറാമുകളെ ഒഴിവാക്കാൻ നമുക്ക് പറ്റണം. ഹറാമുകളെ ഒഴിവാക്കാത്ത ആർക്കെങ്കിലും മാനസികമായ എല്ലാ സുഖവും കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ജുമാ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വരുമ്പോൾ തന്നെ നമ്മളെന്ത് വല്ല കേറ്റൊക്കെ കയറി വന്നാലല്ലേ ആൾക്കാർ കഥക്കുക, കോണിയൊക്കെ കയറി വന്നാലല്ലേ കഥക്കുക. ഇവൻ കഥച്ചിട്ടാണ് വരുന്നത്. അപ്പം എന്തിനാ കഥച്ചു വരുന്നത്? ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു പക്ഷേ എന്തിനും കാവൽ നിർത്താൻ പറ്റിയ നല്ല ആരോഗ്യ തടിയും എടുക്കുള്ളൂ. അപ്പോൾ ഇവനെന്തിനാ അവിടുത്തെ ഏതോ ടൗണിലെ ഒരു കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കാൻ ഒരാൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് എത്ര നേരം നിൽക്കാൻ പറ്റും നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ? എന്നാലും ആ കിതപ്പ് കണ്ടപ്പോൾ ഞാനെന്താ അവനോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനെ ഒഴിച്ചു വിളിച്ചുണ്ട്. അവൻ പറഞ്ഞു എനിക്ക് ഞാൻ ഡിപ്രഷനാണ്, മാനസിക പ്രശ്നമാണ്, മരുന്ന് കഴിക്കുകയാണ്, ഉറങ്ങാൻ പറ്റണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? അനക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അനക്കറിയെങ്കിൽ നീ പറഞ്ഞാൽ മതിയല്ലോ, എന്താണ് അനക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ വരാൻ കാരണം? അപ്പം പറഞ്ഞു, എൻ്റെ ഈ കുറഞ്ഞ പ്രായത്തിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല ഉസ്താദ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് തെറ്റും ഞാൻ ചെയ്ത തെറ്റാണ്, ഒന്നും ഞാൻ പറയണില്ല. ആലോചിച്ചൊക്കെ നിങ്ങൾ ഉറങ്ങൂല സുഹൃത്തുക്കളെ. എത്ര കണ്ട് തെറ്റുകളുമായി നമ്മൾ രാജിയാകുന്നുവോ അത്ര നമുക്ക് ഉറങ്ങാൻ പറ്റൂല, മനസ്സുഖത്തിൽ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? രാവിലെ മാർക്കറ്റിൽ പോയി നിങ്ങളുടെ മക്കൾക്ക് മനസ്സിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നില്ലേ? ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്നില്ലേ സുഹൃത്തുക്കളെ? ഇഷ്ടമുള്ള വസ്ത്രമിടുന്നില്ലേ? മാർദ്ദവത്വമുള്ള ചെരുപ്പില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനമില്ലേ? അതിലൊക്കെ ഇരുന്നിട്ട് മനസ്സിന് വല്ല സുഖവും കിട്ടുന്നുണ്ടോ? അതിലൊക്കെ ഇരുന്നിട്ട് മനസ്സിന് വല്ല സുഖവും കിട്ടുന്നുണ്ടോ?
മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ നമ്മൾക്ക് മാത്രം അറിയുന്ന മനസ്സിന്റെ ലോകത്ത് തിന്മകളില്ലാതിരിക്കണം. സ്വർഗം കിട്ടാൻ അത് മതി. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെട്ട മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന. തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. എവിടെയാ സുഹൃത്തുക്കളെ ചോർച്ച? എവിടെയാണ് പ്രശ്നം? ആണിനും പെണ്ണിനും ഒക്കെ എവിടെ പ്രശ്നം തരും? നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ. അവിടെ തന്നെ പ്രശ്നം. എത്ര കണ്ട് മഫ്തട്ടാലും എത്ര അങ്ങോട്ട് പറന്നിട്ടാലും അങ്ങോട്ട് മുഴുവനാണ്ട് മാറിയില്ല. എല്ലാരെ പറ്റി അല്ല പറയണ സുഹൃത്തുക്കൾ. എന്താ ആകാത്തത്? എത്ര ഇട്ടാലും എത്ര ആക്കിയാലും അതിങ്ങനെ ചുറ്റിക്കെട്ടി ആവണത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ? നമ്മുടെ നല്ല മാന്യമായ ദീനുള്ള കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും എന്താ പറ്റാത്തത്? ഒരു തെറ്റായ നോട്ടം ദേഹത്ത് പതിയുന്നതിൽ ഒരു ആഹ്ലാദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം മനസ്സിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ സൂക്ഷ്മത പൂർത്തിയായോ? ആണുങ്ങളോട് മാത്രമല്ല സുഹൃത്തുക്കളെ പറഞ്ഞു. ആണുങ്ങളോട് മാത്രമാണോ പറഞ്ഞത്? ആണുങ്ങളോട് മാത്രമല്ല. അസ്വസ്ഥതയില്ലാതെ ജീവിക്കാൻ മനുഷ്യന് ആവശ്യമായ കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. മനുഷ്യനെ അസ്വസ്ഥനായി കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഇദാ മസ്സഹു ശർറു ജസൂഅ, അവന് തിന്മ ബാധിച്ചാൽ, അവന് പ്രതികൂലതകൾ ഉണ്ടായാൽ, അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ അവൻ അക്ഷമ കാണിക്കും, അവൻ ക്ഷമകേട് കാണിക്കും. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, നന്മ കിട്ടിയാലോ, നല്ല കാര്യങ്ങൾക്ക് അവസരം കിട്ടിയാലോ, നന്മ കിട്ടിയാലോ അവൻ മുടക്കക്കാരനാകും. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ നമസ്കാരത്തിൽ നിത്യത പുലർത്തുന്നവരാകുന്നു. ഓരോരോ ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. നമ്മൾ എന്തൊക്കെയാണോ ഒരു ലൈംഗിക സദാചാര രംഗത്ത് സന്തോഷമായി ആസ്വാദനമായി എന്തെല്ലാം കാണു, അതൊന്നും പടച്ചോ നമുക്ക് വിലക്കിയിട്ടില്ല. അനുഭവിച്ചോളി എന്ന് പറയണത്. ഒരാണ് നോക്കണില്ല ഒരു സന്തോഷമുണ്ടോ? എന്നാൽ അത് ഭർത്താവിൻ്റെ നോട്ടം കൊണ്ട് മതിയെന്നാണ്. അത്രേ പറഞ്ഞുള്ളൂ. ഒരാണ് നോക്കുന്നതിലൊരു സന്തോഷമുണ്ടോ? അത് ഭർത്താവിൻ്റെ നോട്ടം കൊണ്ട് മതിയെന്ന്. ഒരു പെണ്ണിനെ നോക്കുന്നതിലൊരു വികാരമുണ്ടോ? എങ്കിൽ അത് ഭാര്യയെ നോക്കിക്കൊണ്ട് മതി എന്നേ പറഞ്ഞുള്ളൂ. വേണ്ട പറഞ്ഞിട്ടില്ല. ഇല്ല അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അതിലവർ ആക്ഷേപിക്കപ്പെടാത്തവരാണ്, അതിലവർ കുറ്റപ്പെടുത്താത്തവരാണ്, അതുകൊണ്ട് അവർക്ക് ദോഷം വരുന്നില്ല. അവിടെ തന്നെയാണ് വിജയിക്കേണ്ടത് സുഹൃത്തുക്കളെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ ഭക്തി കാണിക്കുന്നവരാണ് നമസ്കാരത്തിൽ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അവിടെയും പടച്ചോൻ അതെന്നെ പറഞ്ഞു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സൂക്ഷിക്കണം സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷവും അനുഭവവും കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് തഖ്വയാണ്. തിന്മകളെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റണം, തെറ്റുകളെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ സുഹൃത്ത്. ഒരു നോട്ടം, ഒരു ദിവസത്തിൽ ഒരു നോട്ടം പേച്ചാൽ മതി, മനസ്സിക്ക് ഇരുട്ട് കയറി. ഒരു നോട്ടം നോക്കാൻ അവസരം ഉണ്ടായിട്ട് നോക്കാൻ എന്നാൽ മതി, മനസ്സിന് വെളിച്ചം കയറും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരു തെറ്റായ നോട്ടം നോക്കാൻ അവസരം കിട്ടി, നോക്കിപ്പോയി, മനസ്സിൽ ഇരുട്ട് കയറും. നോക്കിയില്ല, മനസ്സിൽ വെളിച്ചം കയറും. ഒരു വെളിച്ചം അള്ളാഹു നമുക്ക് തരും, ഈമാനിൻ്റെ വെളിച്ചം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ആ സൂക്ഷ്മത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥം കൊണ്ട് പ്രയോജനം കിട്ടും. അതാണ് ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനം. സൂക്ഷ്മത എന്നത് ഉറപ്പ് വരുത്തുമ്പോഴാണ്
ഖുർആൻ കൊണ്ടുള്ള ഗുണവും ഫലവും സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിത്തുടങ്ങണത്. അപ്പം എന്താണ് അതിൻ്റെ ആ മുത്തക്കികളെ കുറിച്ച്, ആ സൂക്ഷ്മത പാലിക്കുന്നവരുടെ ഗുണങ്ങളെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താ അറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ്. എന്താ അദൃശ്യത്തിൽ വിശ്വസിക്കാറുണ്ട്? എന്താ സുഹൃത്തുക്കളെ? ദീന് എന്ന് പറഞ്ഞ് എന്തൊക്കെ ഞാനും നിങ്ങളും കൊണ്ടിടക്കുന്നുണ്ടോ അതൊക്കെ മറഞ്ഞ ഒരു ലോകത്തുനിന്ന് വന്നതാണ്. അതൊന്നും ഇവിടെ ഉണ്ടായതല്ല, അതൊന്നും ഇവിടുത്തെ ഒരാളെ ചിന്തയിൽ നിന്നും വന്നതല്ല, ഇവിടുത്തെ ഒരു പുസ്തകത്തിൽ നിന്നും പകർത്തിയതല്ല, ഇവിടുത്തെ ഒരു തത്വചിന്തകനും പറഞ്ഞതല്ല. ഒക്കെ എവിടുന്ന് വന്നതാണ്? ഒക്കെ എവിടുന്ന് വന്നതാ സുഹൃത്തുക്കളെ? ഗൈബിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ്. അതങ്ങനെ തന്നെ, അതിൽ വന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കഴിയാന്നുള്ളതാണ്. അള്ളയും റസൂലും എന്തു പറഞ്ഞു? അതവിടെ നിൽക്കുക. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി തുമ്മലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. ഇന്നമൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നമൽ മുഅ്മിനൂൻ, അവർ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്ന ആളുകളാ. തുമ്മലം യർതാബു, പിന്നെ അതിൽ സംശയമില്ല, യാതൊരു ശക്കുല്ല. അള്ളി റസൂലും എന്തു പറഞ്ഞു? ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമ്പോഴേ നമുക്ക് ആ തഖ്വ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞു. ഇതൊക്കെ വഹിയാണ്, ഇത് പടച്ചോൻ പറഞ്ഞാണ്. ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ ദീനുണ്ടാക്കുകയാണ്. ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ, അതാ നമ്മളൊക്കെ പറഞ്ഞു. ഇത്രേ എനിക്ക് പറ്റുള്ളൂ, ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റൂല എന്നാണ്. സമ്പാദിക്കുന്നിടത്ത് ഞമ്മക്ക് ചില ഹലാലുകളും ഹറാമുകളും ഉണ്ട്. അള്ളി റസൂലും പറഞ്ഞ ഹലാലും ഹറാമും അല്ല, ഞമ്മക്ക് ചില ഹലാലുകളും ഹറാമുകളും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പോവുക. അങ്ങനെ പോയാൽ പോരെ സുഹൃത്തുക്കൾ. അള്ളാഹുവും റസൂലും എന്താണോ നമ്മളോട് പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെയധികം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറയും. ഇപ്പം നിസ്കരിക്കാത്ത ആൾക്കാരല്ല നമ്മളൊന്നും. പക്ഷെ നിസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന അല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചു കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് പറ്റണം എന്നാണ്. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാന കാര്യങ്ങൾ മനസ്സിൻ്റെ ഏകാഗ്രതയാണ്. നമുക്ക് ആ നിസ്കരിക്കാൻ, ആ തക്ബീർ കെട്ടിയതിന് ശേഷം സലാം വീട്ടുന്നത് വരെ മനസ്സിനെ നിസ്കാരത്തിൽ നിർത്തുക. നിസ്കാരത്തിൻ്റെ പുറത്തേക്ക് പോകരുത്, നിസ്കാരത്തിൽ നിർത്തുക. ഇതെന്തിനാ പറഞ്ഞതെന്ന് നിങ്ങൾ, ഒരു മനുഷ്യൻ ആത്മാർത്ഥതയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ്റെ ആരാധനയാണ്. ആരാധനയിലൂടെയാണ് ആത്മാർത്ഥത പ്രകടമാകുക. തൻ്റെ റബ്ബിനോട് തനിക്കുള്ള ഇഖ്ലാസ് അത് ഇബാദത്തിലൂടെ മാത്രമേ പ്രകടമാവുള്ളൂ, ആരാധനയിലൂടെ. എങ്ങനെയാണത്? നമ്മൾ അള്ളാഹുവിനെ മനസ്സിൽ കണ്ട് അള്ള നമ്മളെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക. അള്ളാഹു നമ്മളെ നേർക്ക് നേരെ നോക്കി നിൽക്കുന്നു എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുക. അത് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നമ്മൾ ആരെങ്കിലും ഒരു വക്ത് നിസ്കാരം, നമ്മൾക്ക് അതാരും നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ വീട്ടിലല്ല പുറത്താണ്, നമ്മൾ ആരെങ്കിലും ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കും, ഒരു വക്ത് നിസ്കാരം നമ്മൾ ആരെങ്കിലും ഒഴിവാക്കും സുഹൃത്തുക്കളെ, എത്ര ബുദ്ധിമുട്ടിയാലും നിൽക്കും. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ ടെക്ക് എനിക്ക് മെസ്സേജും ഫോണും അയക്കും. അപ്പോൾ അയാൾക്ക് ഓരോ ഡ്യൂട്ടി വരുമ്പോൾ അവിടെ ഒന്നും നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് എങ്ങനെ നിസ്കരിക്കുക? ചിലപ്പോൾ അയാൾ ഡ്രൈവ് ചെയ്യേക്കാരം, മൈസൂർക്കും ബാംഗ്ലൂർക്കും ഒക്കെ. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് നിർത്താൻ പറ്റില്ല, കാരണം ടൈം വെച്ചിട്ടാണ് അവിടെ എത്തേണ്ടത്, എവിടെയും നിർത്താൻ പാടില്ല. ആ സമയത്ത് എങ്ങനെ നിസ്കരിക്കുക അയാൾ ചോദിക്കും. അത് എന്തുകൊണ്ടാ? അപ്പം നിസ്കരിച്ചില്ലെങ്കിൽ ആരാ അറിയാം? നിസ്കരിച്ചില്ലെങ്കിൽ ആരെങ്കിലും അറിയാം, നമ്മൾ നിസ്കരിച്ചിട്ടില്ല ആരെയും അറിയും. പക്ഷെ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ആത്മാർത്ഥതയിൽ നിന്നുള്ളതാണ്, നമ്മുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന്. അതുകൊണ്ട് അള്ളാഹുവോട് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്ന് അറിയിക്കാനുള്ള മാർഗം നിസ്കാരമാണ്. അപ്പം നിസ്കരിക്കാൻ കയ്യെട്ടി നിന്ന് എന്തെങ്കിലും ആലോചിച്ച് നിന്നാലോ നമുക്ക് അത്ര ആത്മാർത്ഥതയുള്ളൂ, അതിൽ അത്ര ആത്മാർത്ഥതയുള്ളൂ. എന്തായാലും നിസ്കരിക്കല്ലേ, നിസ്കരിക്കണേനൊരു കൂലി വേണ്ടേ? നിസ്കരിച്ചില്ലേ, ഒന്നുണ്ടാക്കി വന്ന് സമയം കണ്ട് നിസ്കരിച്ചില്ലേ,
എന്നിട്ടും അല്ല പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. എന്തേ? പടച്ചവന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ആ വക്കാറുമില്ലാതെ നിസ്കരിക്കുന്നവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ അവൻ പരിഹാസ്യനാവുകയാണ്. അൻ സ്വലാത്തിയും സാഹൂൻ, നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, നിസ്കാരം ആ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ ചോദിക്കണത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിസ്കരിക്കുമ്പോൾ കിട്ടണ ഒരു സുഖം ജീവിതത്തിൽ മറ്റൊരു സന്ദർഭത്തിലും കിട്ടൂല എന്നാണ്. എങ്ങനെ കിട്ടുന്നത്? നിസ്കാരത്തിൽ എങ്ങനെയാണ് നമുക്ക് സുഖവും സമാധാനം കിട്ടുന്നത്? നിസ്കാരത്തിൽ എങ്ങനെയാണ് സുഖവും സമാധാനം കിട്ടുന്നത് വെച്ചാൽ, നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓൻ ദുനിയാവിലെ ഒന്നും ആലോചിക്കൂല. ദുനിയാവ് ആലോചിക്കാതിരുന്നാൽ മനസ്സമാധാനമായി. നിങ്ങൾക്ക് എത്ര സമയം ദുനിയാവിനെ കുറിച്ച് ആലോചിക്കാതെ ഇരിക്കാൻ പറ്റും, അത്ര നേരങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ദുനിയാവിൻ്റെ ഒരു ചിന്തയും മനസ്സിക്ക് വരാതെ ഇരിക്കാൻ പറ്റിയാൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ ടെൻഷൻ്റെ കാര്യം? നിങ്ങൾ എവിടെയെങ്കിലും നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് നോക്കണം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അത് മനസ്സിക്ക് വന്നുകൊണ്ടേ നിങ്ങൾ ആ കട്ടിലും വന്ന് ബാത്റൂമുക്ക് പോവുള്ളൂ. അതാ ദുനിയാവും. അത് മനസ്സിന്ന് ഒരല്പസമയം മാറി നിന്നാൽ ഖുർറത്തു ഐനി ഫിസ്വല, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിലാണെന്ന്. അപ്പോൾ ഒന്ന് പരിശ്രമിച്ചു നോക്കിയ സുഹൃത്തുക്കൾ, നമുക്കും പറ്റിയ സന്തോഷം തക്ബീറത്തിൽ നമുക്ക് കിട്ടിയിട്ട് പിന്നെ ദുനിയാവ് ആലോചിക്കുക. എന്താ ആലോചിച്ചിട്ട്? ദുനിയാവിൻ്റെ എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിച്ച് തരാനുള്ളവനാ പടച്ചോൻ. ആ പടച്ചോൻ ആ 5 മിനിറ്റ് കൊടുത്താൽ നിങ്ങൾ ആലോചിച്ചാൽ എന്താ? നിസ്കാരത്തിൽ ആലോചിച്ചിട്ടും കണക്കൂട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ആ സമയം പടച്ചോനാണ് കൊടുത്താൽ പടച്ചോൻ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് തീർത്ത് ശരിയാക്കി തരും. അവിടെ നിസ്കരിക്കുന്ന ടൈം മുഴുവൻ അള്ളാഹ്ക്ക് കൊടുത്തിട്ട് നിസ്കരിക്കുക. അതൊരു വല്ലാത്ത നിർവൃതിയുള്ള നിസ്കാരമാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ സുബഹിൻ്റെ മുമ്പ് നമ്മളൊരു വിത്തറൊക്കെ നിസ്കരിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി ശരീരമൊക്കെ ശുദ്ധിയാക്കി വന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, എല്ലാവരും ആ ഉറങ്ങി ഇങ്ങനെ വന്നാസു നീയാം ജനങ്ങളൊക്കെ ഉറങ്ങണ സമയത്ത് നമ്മളൊന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടൊന്ന് മനസ്സാന്നിധ്യത്തോടെ ഒരു 3 റക്അത്ത് വിത്തർ നിസ്കരിച്ചാൽ അന്നത്തെ ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ട സന്തോഷം ആ ഒരു 3 റക്അത്ത് കൊണ്ട് കിട്ടും. നിസ്കാരം വല്ലാത്തൊരു അനുഭവമാണ്. എന്തെങ്കിലും ഒരു മനസ്സിക്കൊരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖ വാർത്ത എന്തെങ്കിലും ഒന്ന് കേട്ടാൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തുള്ള നിസ്കാരപ്പള്ളി കോടി കയറി 2 റക്അത്ത് ഒന്ന് വേറെല്ലോ ചിന്തിവിടെ നിസ്കരിച്ചു കൊടുക്കുക. ആ സമയത്തോടു കൂടെ നിങ്ങളെ എല്ലാ പ്രശ്നവും ആ 2 റക്അത്തോടെ തീരും. അത്ര ശക്തിയുണ്ട് നിസ്കാരത്തിൽ. ആ നിസ്കാരം നമ്മുടെ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിസ്കാരത്തിലുള്ള ആത്മാർത്ഥത ആർക്കുണ്ടോ ഓനീ സുഖം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ മനസ്സമാധാനവും മനസ്സുഖവും കിട്ടും. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ, കുറച്ച് രണ്ടാമത് അല്ല പറഞ്ഞ എന്താ നിങ്ങൾ, മറ്റുള്ളവരോടും ചില കടമകളുണ്ട്, അതൊക്കെ നിർവഹിക്കുക. അവനാന് കിട്ടുന്നതൊക്കെ അവനാൻ തിന്ന് സുഖിച്ച് ജീവിക്കുക. അവനവൻ്റെ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ പല ആൾക്കാരുണ്ടാവും, ഓൽക്കൊന്നും കൊടുക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടുക? നമ്മളിങ്ങനെ സുഖമായി ജീവിക്കുക. നമ്മളൊരു 10 രൂപ 1000 രൂപ മാസം കൊടുത്താൽ സമാധാനത്തോടെ ജീവിക്കാവുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കാതിരിക്കുക. അതാണ് അവർക്ക് കിട്ടിയ സമ്പത്ത് നിന്ന് അവർ ചെലവഴിക്കും എന്നാണ്. യുംഫിഖൂൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ മറ്റുള്ളവർക്കുള്ള ഔദാര്യങ്ങളും സഹായങ്ങളും ചെയ്ത് അപ്പം അടിമകളോടുള്ള കടമയും അള്ളാഹുവോടുള്ള കടമയും നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തക്കികൾക്കാണ് അതുണ്ടാകുക. അതൊന്നുമല്ല സുഹൃത്തുക്കളെ പ്രശ്നം. ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല. അള്ളാഹ് അതിനുശേഷം ഉറപ്പിച്ച് പറയുന്ന കാര്യം എന്താ അറിയോ? വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആദ്യം വേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം. സ്വർഗവും നരകമൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന ശരിക്കും ബോധ്യപ്പെടണം. എൻ്റെ സുഹൃത്തിന് അപകടം പറ്റി, ആക്സിഡൻറ്റ് പറ്റി. അപ്പം ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും കുട്ടിയും ആ അപകടത്തിൽ മരിച്ചു. ഭാര്യയും കുട്ടിയും അയാൾ ഓടിക്കുന്ന വാഹനത്തിൽ നിന്ന് മരണപ്പെട്ടു. ആക്സിഡൻ്റ് ആയിട്ട് സ്പോട്ടിൽ മരിച്ചു. അപ്പോൾ രക്ഷപ്പെട്ടൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ രക്ഷപ്പെട്ട കുട്ടിയും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കുറേ ദിവസം അങ്ങനെ കടന്നിട്ട് ആ കുട്ടിക്ക് ബോധം വന്നു. അപ്പോൾ ബോധം വന്നപ്പോൾ ഉമ്മച്ചി എവിടെയാണ് ചോദിച്ചു. അതിന് മറുപടി പറയണ്ടേ? ഉമ്മ എവിടെയാണെന്ന ചോദ്യത്തിന് മറുപടി പറയാം. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, ഉമ്മച്ചി സ്വർഗത്തിൽ പോയി. ഒരാളെപ്പറ്റി സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷ അനുസരിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ
അവൻ്റെ ദൃഢമായൊരു ചോദ്യം, സ്വർഗത്തിൽ ഉമ്മച്ചിയെ കാണുമോ? അതാണ് ആ കുട്ടി ചോദിച്ചത്. സ്വർഗത്തിൽ ഉമ്മച്ചിയെ കാണുമോ? അതിൻ്റെ മറുപടി എന്താ? അൽഹക്കനാബിഹിൻ ദുർരിയത്തകും. ഖുർആൻ പറഞ്ഞില്ലേ, മക്കളെ ഒപ്പം കൊണ്ടേ ആക്കി കൊടുക്കുന്നതാണ്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം മിൻ കുല്ലി ബാബിൻ സലാം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളും നല്ലവരായി ജീവിച്ച അവരുടെ പിതാക്കളും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം മിൻ കുല്ലി ബാബിൻ സലാം. സമാധാനത്തിന്റെ കവാടത്തിലൂടെ നല്ലവരായ ഇണകളും നല്ലവരായ മക്കളും എല്ലാവരും ഒന്നിച്ച സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കും. കാത്തു നിൽക്കും എല്ലാവരും വരാൻ, എന്നിട്ട് ആ സ്വർഗത്തേക്ക് പോവുക. അപ്പൊ കിട്ടും. ആയത്തോതി കൊടുത്തു. മനസ്സിലായി? ആ കാണുമല്ലേ? കണ്ണിലൊരു തുള്ളി കണ്ണീരും വന്ന് അവൻ പിന്നെ ഉമ്മനെ ചോദിച്ചിട്ടില്ല എന്ന്. പിന്നെ ഉമ്മനെ ചോദിച്ചിട്ടില്ല അവൻ. സുഹൃത്തുക്കളെ, വിശ്വാസത്തിന്റെ ദാഠ്യത ആ പിഞ്ചു മനസ്സിലുണ്ടത്. ആ പിഞ്ചു മനസ്സിലുണ്ടത്. ആ സ്വർഗവും നരകവും പരലോകവും നമുക്ക് ഉറപ്പ് വേണം സുഹൃത്തുക്കൾ. ഉറപ്പില്ലാതെ ഒരു കാര്യമില്ല. വബിൽആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, സംശയമില്ലാതെ വിശ്വസിക്കുന്നവരാണ്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ്? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? ഞാനെന്ന് പറഞ്ഞില്ലേ, ആ കാഴ്ച പരിമിതിയിൽ ആളുകളുടെ നമ്മൾ പറഞ്ഞ സമാധാനം എന്താണ് ഓർക്കാൻ പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് എളുപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റും. എളുപ്പം പറ്റും. ഞമ്മക്കൊന്നും അത്ര പറ്റൂല. ഓൽക്ക് എളുപ്പം പോകാം. കണ്ണ് കാണാത്തൊരു സ്വർഗം അത് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. കിട്ടും. ഈ വേഗത്തിൽ സ്വർഗത്തിൽ. ആ സ്വർഗം ഇപ്പൊ പറഞ്ഞപ്പോ നമ്മളോട് സംശയം ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ക്ലാസ് ചെയ്യും. എല്ലാവരും സംശയം ചോദിക്കുകയല്ല ചെയ്യും. എല്ലാവരും എന്താ പറഞ്ഞാൽ ഈ ക്ലാസ് കേട്ടതിലുള്ള സന്തോഷമാണ് പറയണത്. നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ് വെക്കണം, നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനം, ഇന്നാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് എന്നൊക്കെയാണ് അവർ പറയണത്. സുഹൃത്തുക്കളെ, ആ പരലോകത്തിൻ്റെ ബോധ്യത ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മനസ്സമാധാനവും മനസ്സുഖവും തരുന്ന ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് നമുക്ക് സമ്പൂർണമായ ഒരു സുഖവും സന്തോഷവും ഈ ലോകത്തുള്ളത്? ഒരു പരാതിയില്ല. മക്കളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങളുടെ വരുമാനത്തിൽ ഒരു പരാതിയില്ല. നിങ്ങളുടെ വീട്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു അപൂർണതയും പറയാനില്ല. ഒക്കത്തിലും പറയാണ്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യത്തിനും പൂർണ്ണമായ തൃപ്തി ലോകത്ത് നേടാൻ നമുക്ക് പറ്റൂല. ഏതൊരുത്തന്റെ തുലാസ് കനം തൂങ്ങിയോ അവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്. അതൃപ്തിയില്ലാത്ത, മനസ്സിന് വിഷമമില്ലാത്ത, സന്തോഷക്കേടില്ലാത്ത ഒരു നല്ല സമാധാനത്തിന്റെ സംതൃപ്തിയുടെ ജീവിതത്തിലാണ്. അവിടുത്തെ കാലാവസ്ഥയിൽ, അവിടുത്തെ ഭക്ഷണത്തിൽ, അവിടുത്തെ ബന്ധങ്ങളിൽ, അവിടുത്തെ വർത്തമാനങ്ങളിൽ, അവിടുത്തെ ഇരുത്തങ്ങളിൽ, നടത്തങ്ങളിൽ അവർക്ക് സംതൃപ്തിയല്ലാതെ മറ്റൊന്നുമില്ല. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്, സമാധാനകരമായ ജീവിതത്തിലാണ്. അത് അവിടെ കിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ആ സ്വർഗമുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾ ഭയങ്കര സമാധാനാണ്. സ്വർഗമുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനാണ്. എനിക്കൊക്കെ പോയി എന്നാ പറയാ. മനസ്സിലായി? വിവാഹം പരാജയപ്പെട്ടാൽ എന്താ പറയാ? ഓലൊക്കെ എത്ര സമാധാനമായി ജീവിക്കുന്നു. എനിക്കൊരു ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള യോഗമില്ലല്ലോ എന്നാണ്. ഉണ്ട്. അപ്പൊ ഇനിയൊരു ചാൻസ് ഇല്ലേ സുഹൃത്തുക്കളെ? എനിക്ക് കണ്ണുകളില്ലല്ലോ, ഈ കണ്ണ് കാണുന്ന ഒരു ദിവസമുണ്ട്. ഉണ്ട്. ഞാൻ രോഗിയാണല്ലോ, രോഗമില്ലാത്തൊരവസ്ഥയല്ലേ? ഉണ്ട്. എല്ലാ നിരാശകൾക്കും അപ്പുറത്ത് എല്ലാറ്റിലും ഒരു പ്രതീക്ഷയും. എനിക്ക് മക്കളില്ല, ഞാൻ എന്ത് ചെയ്യും? ഏത് ചോദ്യത്തിനും ഒരു ഉത്തരമുണ്ട് സുഹൃത്തുക്കളെ. ആ ഉത്തരം എന്താണ്? മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും അവന് നേടിക്കൊടുക്കുന്നൊരു ലോകം,
വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുക്കും. നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്കുണ്ട്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റും, അത് കിട്ടും. വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, വിളിച്ചു ചോദിക്കുന്ന, ആവശ്യപ്പെടുന്നത് എന്തും അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. വിദൂരത്തല്ലാതെ, നരകത്തിന് വിദൂരത്തല്ലാതെ സ്വർഗ്ഗമത അടുപ്പിച്ചു വെച്ചിരിക്കുന്നു, അടുത്തു വന്നിരിക്കുന്നു. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസ്സലാം ഉദ്ഖുലൂഹാ ബിസ്സലാം. സമാധാനത്തോടു കൂടെ ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ശാന്തിയല്ലാത്ത, സമാധാനമല്ലാത്ത, സംതൃപ്തിയല്ലാത്ത മറ്റൊന്ന് നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ അനുഭവപ്പെടുകയില്ല. ഈ സ്വർഗത്തിൽ ഉദ്ഖുലൂഹാ ബിസ്സലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ ലഹും മാ യശാഊന ഫീഹാ. അവരെന്തു വിചാരിക്കുന്നുവോ, അവരെന്തുദ്ദേശിക്കുന്നുവോ അതവർക്ക് കിട്ടും. അതുമാത്രമോ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുമെന്ന് മാത്രമല്ല, വലദൈനാ മസീദ്, നമ്മുടെ അടുക്കൽ നിന്നും കുറച്ച് അധികമായിട്ടും അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത, അവർക്ക് ആഗ്രഹിക്കാൻ കഴിയാത്ത, അവർക്ക് ചോദിക്കാൻ കഴിയാത്ത, അവർക്ക് ആശിക്കാൻ പറ്റാത്ത മറ്റു പല സുഖങ്ങളും അവർക്ക് നാം അവിടെ അധികരിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കും. അപ്പോ ആ സ്വർഗം മനസ്സിക്ക് വരുമ്പോ സമാധാനം കിട്ടും സുഹൃത്തുക്കളെ. സന്തോഷത്തിന് ഉറപ്പ് വേണം, ഉറപ്പ് വേണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഈ സ്വർഗവും നരകമൊക്കെ ഉറപ്പില്ലാത്ത ഒരാളെ എപ്പോഴാണ് അതിൻ്റെ ഇടങ്ങേറ് അനുഭവിക്കുക? മരിക്കുമ്പോൾ അനുഭവിക്കുക. മരിക്കുമ്പോൾ എന്താ അറിയോ? മരിക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ എല്ലാം നഷ്ടപ്പെടുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് മരിക്കാനുള്ള ധൈര്യം. കിട്ടാനുണ്ടെന്ന പ്രതീക്ഷയാണ് മരിക്കാനുള്ള ധൈര്യം. അപ്പൊ കിട്ടാനൊന്നുമില്ല എന്ന് പറഞ്ഞാലോ, കിട്ടാനൊന്നുമില്ല എന്ന് മനസ്സ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മരിക്കുക സുഹൃത്തുക്കളെ? എങ്ങനെ മരിക്കുക? ആലോചിക്കണ്ട. ഉറപ്പുള്ളവന് ആ മരണത്തിനൊരു ആസ്വാദനം ഉണ്ട്. കാരണം ഉറപ്പുള്ള ഒരു ലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് പോവല്ലേ. അതല്ലേ മലക്കുകൾ പറയാ. മലക്കുകൾ വന്നിട്ട് എന്താ പറയാ മരിക്കണോനോട്? എങ്ങനെ സമാധാനിപ്പിക്കുക മരിക്കണോട്? എൻ്റെ കുട്ടികളൊക്കെ നോക്കിക്കോളാന്ന്, എൻ്റെ മക്കളെയൊക്കെ സംരക്ഷിച്ചോളാന്ന്. അതൊന്നല്ല മലക്കുകൾ പറയാ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമോർത്ത് സന്തോഷിച്ചോളൂ എന്നാ പറയാ. മരിക്കുന്ന ആളോട് അതാ പറയാ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. എന്തൊക്കെയാണ് ഇനി മരണശേഷം സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഭയം വേണ്ട. വലാ തഹ്സനു, ഈ ദുനിയാവിൽ എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന സങ്കടവും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഉറപ്പില്ലൊരുക്കല്ലേ ഉണ്ടാകുക സുഹൃത്തുക്കളെ? മനസ്സിൽ ഉറപ്പുള്ളവർക്കാണ് അത് കിട്ടുക, ആ സന്തോഷം. സ്വർഗമുണ്ട് എന്ന് ഉറപ്പ്, നരകമുണ്ട് എന്ന് ഉറപ്പ്, അങ്ങനത്തെ ആളുകൾക്കാണ് അത് കിട്ടുക. യാതൊരു വേദനയിലും യാതൊരു വിഷമത്തിലും അവർ അക്ഷമ കാണിക്കൂല. കാരണം എന്താ? എന്ത് സഹിച്ചാലും എന്ത് അനുഭവിച്ചാലും അതിനൊക്കെ കൂലി കിട്ടുന്നല്ലേ വിശ്വസിക്കുന്നത്. കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമയ്ക്കുള്ളതാണ്, കണക്കില്ലാത്ത പ്രതിഫലം. അപ്പൊ സുഹൃത്തുക്കളെ, ആ വബില്ലാഖിറത്തിഹും യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢമായി വിശ്വാസമുള്ള ആളുകൾക്ക് ഈ ഖുർആന്റെ മനസ്സുഖം കിട്ടും. ആ ഖുർആൻ കൊണ്ട് സന്തോഷം കിട്ടും. ആ ഖുർആൻ കൊണ്ട് ആഹ്ലാദിക്കാൻ പറ്റും. അതിൻ്റെ ഓരോ വചനങ്ങളും നമ്മുടെ മനസ്സുകൾക്ക് പ്രതീക്ഷയായി നമുക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടാൻ പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഖുർആനിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത് എളുപ്പമാണ് സുഹൃത്തുക്കളെ, ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യത്തെ ഘട്ടം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, ഒന്ന് തീരുമാനിക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ.
ഈ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും വരാനില്ല. ബുദ്ധിമുട്ടല്ലാതെ വേറൊന്നും വരാനില്ല സുഹൃത്ത്, ബുദ്ധിമുട്ടല്ലാതെ വേറൊന്നും വരാനില്ല. ഡി അഡിഷൻ സെൻ്ററിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഓർക്കൊന്നും ഒരു ഗുണവും പറയാൻ അവർക്കില്ല. 25 കൊല്ലം കള്ളുടിച്ചിട്ട് കിട്ടിയ ഒരു നേട്ടം പറയല്ല ഉണ്ടോ? 25 കൊല്ലം കള്ളുടിച്ചിട്ട് കിട്ടിയ നേട്ടം പറയല്ല. അവിടുത്തെ കൗൺസിലർമാർ അവരെ കൊണ്ട് കണക്ക് കൂട്ടിക്കും. ഒരു ദിവസം ആവറേജ് എത്ര റുപ്യക്ക് കുടിച്ച്? ഒരു 600 റുപ്യക്ക് കുടിച്ച്. നന്ന് കൂട്ട് 20 കൊല്ലം ഒന്ന് കൂട്ടി വെക്കുക സുഹൃത്തുക്കളെ. എന്താ കിട്ടാൻ? ഒന്നും കിട്ടാൻ. ജീവിതത്തിലെ ഒരു തിന്മ കൊണ്ടും ഒരാളും ഒന്നും നേടുന്നില്ല. ഒരു നുണ കൊണ്ട് നേടും, ഒരു കളവ് കൊണ്ട് എന്തെങ്കിലും നേടും സുഹൃത്തുക്കളെ. അയൽപക്കക്കാരൻ്റെ കള്ളിത്തറി നമ്മുടെ പറമ്പിലേക്കായി വേലി കെട്ടിയവൻ എന്തെങ്കിലും നേടിയിട്ടുണ്ട് ലോകത്ത്? എന്തെങ്കിലും നേടിയിട്ടുണ്ട്? ഒന്നും നേടാൻ ഒരു തിന്മക്കും പറ്റൂല. അങ്ങനെ നേട്ടമുള്ളതാണെങ്കിൽ അതിനെ തിന്മയെന്ന് വിളിക്കില്ല. ഗുണം തരുന്ന ഒന്നിനെയും തെറ്റെന്ന് വിളിക്കില്ല. തെറ്റെന്ന് വിളിക്കുന്നതും തെറ്റുകളെ വിരോധിക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭയം മനസ്സിലുണ്ടാക്കുന്ന, നഷ്ടമുണ്ടാക്കുന്ന എല്ലാ തിന്മകളെയും നമ്മൾ ഉപേക്ഷിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇസ്ലാമികമായി ക്രമീകരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ളത് എന്താ? നിങ്ങൾ ഭാര്യ ഭർത്തൃബന്ധമാണ്. ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് ആസ്വദിക്കാൻ തന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്തൃബന്ധമാണ്. പക്ഷെ എന്താ അറിയോ, ഈ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ നമ്മൾ ആസ്വദിക്കരുതെന്ന് വിചാരിക്കുന്ന പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫൈറ്റാണ്. മനസ്സിലായി? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഓരോരുത്തർ ഫോൺ വിളിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഫോണിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം എൻ്റെ വണ്ടിയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളിങ്ങനെ ഏകദേശം ഇറങ്ങാൻ സമയപ്പോൾ എന്നോട് പറഞ്ഞ്, എൻ്റെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞ എന്താ അറിയോ, സത്യം പറയുകയാണെങ്കിൽ ഈ ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലൊക്കെ വിജയിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എന്നോട് ചോദിച്ചു. ആരൊക്കെങ്കിലൊക്കെ ഇതിൻ്റെ ഇപ്പോൾ ശരിക്കുള്ളൊരു സുഖം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആയ അങ്ങക്ക് ഈ ജീവിതം അതിനൊരു ആസ്വാദനം കിട്ടുന്നിങ്ങനെ വിളിച്ചോലോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മൂപ്പരിരുന്ന് ഇങ്ങനെ മൂപ്പരെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതാരെങ്കിലും പൂർണ്ണമായി അനുഭവിച്ചവരുണ്ടാവും സുഹൃത്തുക്കൾ. അതൊരു വല്ലാത്ത അനുഭവമാണ്. പടച്ചോൻ നമുക്ക് മനസ്സമാധാനത്തിനും മനസ്സന്തോഷത്തിനും തന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരു ആണുമാണ്. എപ്പോഴും കേൾക്കലുണ്ട് തസ്കുനുലെ സക്കീനത്ത്. അതല്ലേ സന്തോഷം, സമാധാനം. ഒരു സമാധാനമല്ല കുട്ടികളെ. എന്താ ഇപ്പം എൻ്റെ കഥ എന്നാ പറയാ? സമാധാനക്കേട് കാരണം ഒന്നില്ല. സമാധാനം ഭാര്യയിലാണ്, സമാധാനം ഇണയിലാണ്. അതെങ്ങനാ സമാധാനം ഉണ്ടായത്? അതൊരു ഇഷ്ടമാണ് സുഹൃത്തുക്കൾ, ഒരിഷ്ടം. ലോകത്ത് മറ്റാർക്കും തമ്മിൽ തോന്നാത്തൊരിഷ്ടം. നാസിർ ഉസ്താദ് റഹ്മത്തുള്ളാഹി പറയേണ്ട ആയത്, ആ ഇഷ്ടം വാപ്പിയും മകനും തമ്മിലില്ല, ഉമ്മയും മകളും തമ്മിലില്ല, ജ്യേഷ്ഠനും അനുജനും തമ്മിലില്ല, ആത്മസുഹൃത്തുക്കൾ തമ്മിലില്ല. അത് വല്ലാത്തൊരു സ്നേഹമാണ്. ഏറ്റവും വലിയ അനാഥൻ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? ഭാര്യ മരണപ്പെട്ടു പോയവൻ. അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനാഥൻ. വാപ്പ മരിച്ചു പോയവർക്കും ഒരു പക്ഷേ തുണയുണ്ടാവും. ഭാര്യ മരിച്ചു പോയാൽ ഏകാന്തനാകും, ഒറ്റയ്ക്കാവും. ഇണയില്ലാതെ ജീവിക്കാൻ ഒരാൾക്ക് പറ്റില്ല. അതാണ് അള്ളാഹുവിൻ്റെ ജീവിതത്തിന് സംവിധാനം. അതനുഭവിക്കാത്തവൻ എന്തുണ്ടായാലും അതൊന്നും അനുഭവിക്കുന്നില്ല സഹോദരങ്ങൾ, ഒന്നും അനുഭവിക്കുന്നില്ല. മനസ്സിലായില്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പരാമർശിക്കേണ്ടി വരുമ്പോഴേക്കും ആ കണ്ണുകൾ നിറയുന്നത് എന്തേ? മരിച്ചിട്ട് എത്ര കാലായി, ഇപ്പോഴും ആ കണ്ണ് നിറയും. എന്തേ കണ്ണ് നിറയാം? ഞാനൊരു വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിലെ കാരണവര് മരണപ്പെട്ട ആളാണ്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിലിടയ്ക്ക് ആ വീട്ടുകാരനെ പറ്റി ആരോ എന്തോ ഒന്ന് പരാമർശിച്ചു. ആ പരാമർശിച്ചപ്പോഴേക്കും അയാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സന്തോഷം അടങ്ങി. അതങ്ങനാണ് സുഹൃത്തുക്കളെ. അത് വേർപ്പെടുത്താൻ പറ്റാത്തൊരു സന്തോഷമാണ്. അള്ളാഹ് തന്നതാണ്, പക്ഷെ അത് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റണം. അതെന്താ പറ്റാത്തത്? ഖുർആനികമല്ല നമ്മുടെ കുടുംബജീവിതം. ഖുർആനികമാണോ കുടുംബജീവിതം? എങ്കിൽ ഖുർആനിലുള്ള കുടുംബജീവിതം എന്താണെന്ന് അറിയോ? എന്താ അറിയോ സുഹൃത്തുക്കളെ? പെണ്ണുങ്ങൾക്ക് കല്യാണ സമയത്ത് നിങ്ങൾ കൊടുത്തത് ഒരു ഉറപ്പാണ്, ഒരു കരാറാണ് കൊടുത്തത്. ഒരു കരാർ.
എന്താണ് സുഹൃത്തുക്കളെ ആ കരാർ? ആ കരാർ എന്താണെന്നറിയോ? ആ കരാർ എന്താണെന്നറിയോ? നിങ്ങളൊക്കെ നിങ്ങളെ പെൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത്? നിങ്ങളൊക്കെ നിങ്ങളെ പെൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് സുഹൃത്തുക്കളെ? ആ പെൺകുട്ടിയുടെ മുഖത്തൊരു ചെറിയ വിഷമം, 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, അവക്കെന്തോ നേരം വിളിച്ച് നീച്ചപ്പോൾ ഒരു മൂഡ് ഓഫ്, അത് കണ്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങും. നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള ഒരു വിഷാദം, ഒരിടങ്ങേറൊരു ബുദ്ധിമുട്ട് നമുക്ക് താങ്ങാൻ പറ്റുമോ? പറ്റില്ല. ആ ഒരു സംരക്ഷണത്തിൽ നിന്ന് ആ പിതാവ്, ആ വാപ്പ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ഏൽപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ. പിന്നെ അവൻ അവളുടെ മുഖത്ത് നോക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ, മൂഡ് ഓഫ്, അത് കാണുമ്പോൾ ഒരു വിഷമം കയറണം. ആ കരാറാണ് അവിടെ എടുത്തത്. കരാർ കൈ കൊടുത്ത് പിടിച്ചിട്ട്. ഞാനിപ്പോൾ ഇന്നൊരു നിക്കാഹ് നടത്തി രാവിലെ 11 മണിക്ക്. അപ്പോൾ കോയിനാണ്, ഗോൾഡ് കോയിനാണ് മഹർ. ഒരു പെട്ടി നിറച്ച് ഗോൾഡ് കോയിനാണ്, മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു, ഈ ഗോൾഡ് കോയിൻ എന്താണ് പറയണത്? ഈ കരാറിൻ്റെ ശക്തിയാണ് പ്രതികരിക്കുന്നത്. ഈ കരാർ അത്രയും ശക്തിയാണ്. ഏറ്റവും മൂല്യം കൂടിയ സ്വർണം അവിടെ കൊടുന്നു വെച്ചത്, മോനെ നീ കൈ കൊടുത്ത് ഏറ്റെടുക്കുന്ന ഈ കരാറുണ്ടല്ലോ, വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിന്നിലേക്ക് വരാൻ പോകുന്നത്. ഓഡിറ്റോറിയം നിറച്ചാളുകളാണ്, പാർക്കിംഗ് നിറച്ച് കാറാണ്. ആ ആളുകൾ മുഴുവനും അവർ നോക്കിയിരിക്കുന്നു. എന്താണ് അവിടെ? ആ മുഴുവൻ കണ്ണുകളും ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ, ഇവൻ ആ പെണ്ണിനെ കൊണ്ടടക്കാന്നൊരു വാക്ക് പറഞ്ഞു എന്ന വാക്കിന് ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടു എന്ന വാക്കിന് സാക്ഷിയാകുകയാണ് ആ ആയിരങ്ങൾ. എന്തിനാ എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന്? കാരണന്മാരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ വലിയും പുതിയാപ്പിളയും എന്തിനാണ് മുഖാമുഖം ഇരുന്നത്? എന്തിനാ പോലെ മുഖാമുഖം ഇരുന്നത്? അത് കരാറാണ് സുഹൃത്തുക്കളെ. കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനോട് ആ കരാർ നിർവഹിച്ചു. അള്ള പറഞ്ഞ, ഖുർആന് പറഞ്ഞ കരാർ നിർവഹിച്ചു. മനസ്സിലായി? എൻ്റെ ഒപ്പം നിങ്ങളല്ലാത്ത ഒരാളായിരുന്നു എന്നെ ഏറ്റെടുത്തിരുന്നതെങ്കിൽ എനിക്ക് സുഖമായി ജീവിക്കാമായിരുന്നു എന്ന് അവൾ പറയുന്നു. മാത്രമോ, നിങ്ങളെക്കുറിച്ച് 100 കാര്യങ്ങൾ അവൾക്ക് പറയാനുണ്ട്, മറ്റുള്ളവരോട് പറയാനുണ്ട്. നിങ്ങൾ അവൾക്ക് സംഭാവന ചെയ്ത വേദനകളെ കുറിച്ച് അവൾക്ക് പറയാനുണ്ട്. വാപ്പനോട് പറയാത്ത എന്താ? വാപ്പക്ക് ടെൻഷനാവും. അവളമ്മനോട് പറയാത്ത എന്താ? ഉമ്മക്ക് ടെൻഷനാവും. അവൾ സഹിച്ച് ജീവിക്കണം. മനസ്സിലായി? ആ കരാർ നിർവഹിച്ചു. ആ കരാർ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കൊരു ജീവിതം കിട്ടും. ഖുർആൻ. ഇനി ഖുർആനികമായ ഒരു ഭാര്യ എന്താണ്? ഖുർആനികമായ, ഖുർആൻ വഴി കാണിക്കുന്ന ഒരു ഭാര്യ ഏതാണ്? ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ലിൽ ഗൈബ് ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല പെണ്ണാരാണ്? നല്ല പെണ്ണ് ഖാനിതാത്തുൻ, അനുസരണയുള്ളവൾ. അള്ളാഹ്നനുസരിക്കും, ഭർത്താവിനനുസരിക്കും. അനുസരിക്കുക എന്ന വാക്ക് അത് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കൾ. അനുസരിക്കുക എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. എന്താ? ഭർത്താവിനോട് ഒരു സ്ത്രീക്കുണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനം ആദരവും ബഹുമാനം. എന്താണ് ആദരവ് ഉണ്ടാവണം? എന്തുകൊണ്ട് ആദരവുണ്ടാണ് സുഹൃത്തുക്കളെ? തൻ്റെ ജീവിതത്തെ മുഴുവൻ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത് തൻ്റെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും എല്ലാം ഏറ്റെടുത്ത ഒരാളെ ആദരിക്കണ്ടേ? വാപ്പനെ ആദരിക്കണില്ലേ? ഉമ്മനെ ആദരിക്കണില്ലേ? ആ ബഹുമാനം വേണം. വാപ്പനേക്കാളും ഉമ്മനേക്കാളും ബഹുമാനം വേണം. പക്ഷെ പലപ്പോഴും എന്താണെന്നറിയോ, ഒരു വീട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിനിടയിൽ ആ ബഹുമാനവും ആദരവും ഭർത്താക്കന്മാർക്ക് കിട്ടാതെ പോകും. സ്വർഗം കിട്ടാൻ അത്താഅത്ത് ബഅലഹ, അവിടെ ഉപയോഗിച്ച വാക്ക് അത്താഅത്ത് ബഅലഹ, ഭർത്താവിനെ അനുസരിച്ചു എന്നാണ്. തർക്കുത്തരം പറയുന്നവർ, കേറി സംസാരിക്കുന്നവർ, വാദിച്ചു ജയിക്കുന്നവർ പാടില്ല സഹോദരൻ. ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു രക്ഷകർത്തൃത്വം ഭർത്താവ് നൽകുമ്പോൾ അനുസരണയോടുകൂടെ, ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ ഭർത്താവിനെ കാണാൻ ഒരു സ്ത്രീക്ക് പറ്റണം. ആദരവോടെ, ബഹുമാനത്തോടെ തൻ്റെ എല്ലാമായി ബഹുമാനിക്കുമ്പോൾ അവൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം തിരിച്ചു നൽകാൻ അവർക്ക് പറ്റണം. സുഹൃത്തുക്കളെ, ഖുർആനികമായ ഒരു ദാമ്പത്യത്തിൽ അതുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അതുണ്ട്. നമ്മളത് നിർവഹിക്കപ്പെടണം. അത് നിർവഹിക്കപ്പെടുമ്പോൾ ആ സമാധാനവും സന്തോഷവും നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പരസ്പരം പറഞ്ഞ്, ഞാൻ പറയും, പറയാൻ ഒരാളുണ്ടായാൽ മതി. മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ല. പറയാനൊരാൾ വിവാഹത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ ആ ബന്ധത്തെ ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നതാണ് സുഹൃത്തുക്കളെ. അത്ര പ്രധാനം. ഈ വിശുദ്ധ ഖുർആനിന് വളരെ വലിയ കാഴ്ചപ്പാടുകളുണ്ട്, വളരെ വലിയ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഖുർആന്റെ കാഴ്ചപ്പാട് എന്താ?
മക്കളെ നമ്മൾ വളർത്തുമ്പോൾ കാഴ്ചപ്പാടാൻ നമ്മുടെ മക്കൾ നന്നാകണം എന്നാ. ആ മക്കൾ നന്നാവണം. പക്ഷെ മക്കൾ നന്നാകണത് എന്തിനാണെന്ന് അറിയങ്ങൾ? എന്തിനാ മക്കൾ നന്നാകണത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് മക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രാർത്ഥനയുള്ളത്. എൻ്റെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ നൽകണേ എന്ന് പറഞ്ഞിട്ട് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം. നല്ല ഒരു കുടുംബത്തിന്റെ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് നമ്മളെ മക്കളൊക്കെ നന്നായി വരണം. നോക്ക് സുഹൃത്തുക്കൾ, ഇപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുകയും നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടായില്ലേ? ഉണ്ടായതുകൊണ്ടല്ലേ നടക്കണത്. അതിന്റെ ഗുണം വാപ്പാക്കുമ്മാക്കോ കിട്ടിയത്? വാപ്പാക്കുമ്മാക്കും കിട്ടി, അതിലുപരി നാടിന് കിട്ടിയില്ലേ? നല്ലത് ചിന്തിക്കുന്ന നല്ല മക്കൾ, നമ്മളെ മക്കളെ കൊണ്ട് ഈ നാടിനെന്തുപകാരം, ഈ സമൂഹത്തിനെന്തുപകാരം, ഈ സമുദായത്തിന് എന്തുപകാരം? സുഹൃത്തുക്കൾ, അത് കിട്ടണം. മക്കളെ വളർത്തണം. മക്കളെ വളർത്താൻ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ? മക്കളെ വളർത്താൻ എന്താ ഏറ്റവും പ്രധാനം? 10, 50, 60 കുട്ടികളുള്ള ഒരു ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച, 2 ഞായറാഴ്ച മുമ്പ് ഞാൻ ഈ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ആയിട്ട് ഞാൻ പങ്കെടുത്തു. ഉച്ചവരെ ഞാനായിരുന്നു സെഷൻ. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ആ മക്കളോട് ചോദിച്ചു, ഞാൻ ആ മക്കളോട് ചോദിച്ചു, വിവാഹത്തെ പേടില്ലാത്തവരൊന്ന് കൈവന്തിക്കുന്നു. ഇത് വിവാഹം കഴിക്കണീനെ പേടില്ലാത്തവരോടൊന്ന് കൈവന്തിക്കാൻ പറഞ്ഞു. ഒരു കുട്ടിയെ കൈവന്തിച്ച്, ബാക്കി കുട്ടികൾക്കൊക്കെ വിവാഹം പേടിയാണ്. നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങളെ മക്കൾക്ക് പ്രായപൂർത്തിയായിട്ട് മോളെ ഒരു കല്യാണം നോക്കട്ടെ, നമ്മപ്പോൾ വേണ്ട, PG ചെയ്യട്ടെ, ജോലി ഇട്ടട്ടെ. എന്താ അങ്ങനെ പറയണത്? എന്താ അങ്ങനെ പറയണത് സുഹൃത്തുക്കളെ? അവിടെയാണ് നിങ്ങളുടെ മക്കൾ കല്യാണം വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങളാണ്. എന്തുകൊണ്ട് എന്നറിയങ്ങൾ? എന്തുകൊണ്ട്? ഒരു ജനിച്ചത് മുതൽ ഒരു വാപ്പാനിമ്മാനെയും കാണുന്നുണ്ടല്ലോ, ഒരു വാപ്പാനിമ്മാനെ, ഒരു ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നില്ലേ? അത് കണ്ടിട്ട് പോലെ മനസ്സ് തോന്നിയില്ല ഇതേപോലെ ഒരു കല്യാണം എനിക്കും വേണം. 19 കൊല്ലം നിന്നിട്ട് ആ പെൺകുട്ടിക്ക് തോന്നിയില്ല. നിങ്ങളും ഭാര്യയും ജീവിക്കുന്നത് കണ്ടിട്ടൊരു മോഹം, ഈ വാപ്പിയും എത്ര സ്നേഹത്തിലും എത്ര സന്തോഷത്തിലാണ്. അതേപോലെ ഒരു ഭർത്താവ് എനിക്കും വേണമെന്ന് നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് തോന്നിയില്ലെങ്കിൽ എന്താ വീട്ടിൽ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താ വീട്ടിൽ നടക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ആ കുട്ടികൾ ജനിച്ചത് മുതൽ നിങ്ങളുടെ കലാപം കണ്ട് കരയുകയാണ്. ഉമ്മ ബാപ്പ ചീത്താനിട്ട് ഉമ്മ കരയണത് കണ്ടിട്ട് കരഞ്ഞ മക്കളില്ലേ? അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകും ഒരു കല്യാണത്തിന് സുഹൃത്തുക്കളെ. ഒരു കാരണം അതാണ്. രണ്ടാമത്തൊരു കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഭാര്യമാരോട് പെരുമാറാൻ അറിയാത്ത ചെറുപ്പക്കാർ. ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വെച്ചാൽ യാതൊരു സ്വാതന്ത്ര്യവും യാതൊരു നിലക്കുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയാത്ത ഒരു അടിമയാവുകയാണു ഞാനെന്ന് പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെയാണോ സുഹൃത്തുക്കളെ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കാൻ എന്താ കാരണം നിങ്ങൾ? ഒരു 2 ദിവസം ഒന്ന് അവൾക്കോളെ വീട്ടിൽ പോയി നിൽക്കാൻ ഒരു സമ്മതം കിട്ടണമെങ്കിൽ ഒരു പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ കൊണ്ടേക്കാൾ വലിയ പണിയാണ് അമ്മായിമാരുടെ ഒരു പെർമിഷൻ കിട്ടാൻ. എവിടെങ്കിലും നടക്കോ സുഹൃത്തുക്കൾ? ഇനി അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സംഗതി ഉണ്ടോ? നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കൊണ്ടു. പെൺകുട്ടികൾ വേണ്ട പറയാണ്, കല്യാണം വേണ്ട പറയാണ്. പണ്ടൊക്കെ എന്താ വെച്ചാൽ അന്വേഷണിട്ടാണ് ചെന്ന് ഞമ്മക്ക് ആണുങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞാൽ കല്യാണം നടന്നിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നാലും പെൺകുട്ടികൾ സമ്മതിച്ചു തരില്ല. അപ്പൊ എന്താ അർത്ഥം? പെൺകുട്ടികൾക്ക് എന്ത് സ്വാതന്ത്ര്യം? ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സുരക്ഷിതത്വവും സമാധാനവും അവൻ്റെ കൂടെ ആവുമ്പോൾ കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കല്യാണം വേണ്ടായുടെ പെൺകുട്ടികൾ പിന്നെന്താ പ്രേമിക്കണത്? ഞാൻ ചോദിക്കും. കല്യാണം വേണ്ടാറിന് ഒരാണ് വേണ്ടെന്നല്ലേ അർത്ഥം? പിന്നെ എന്തിനാ ഒരു പ്രേമിക്കണത്? അപ്പൊ ആണ് വേണ്ടെന്ന് ആർക്കും അഭിപ്രായമല്ല. ആണ് വേണമെന്ന് 14-ാം വയസ്സിൽ തോന്നാൻ തുടങ്ങി പെൺകുട്ടികൾക്ക്. 9-ാം ക്ലാസ്സിൽ പ്രേമമുണ്ട്, 8-ാം ക്ലാസ്സിൽ പ്രേമമുണ്ട്, 6-ാം ക്ലാസ്സിൽ പ്രേമമുണ്ട്. അപ്പൊ ആണ് വേണ്ടാന്നാണോ? പണ്ടത്തേതിനേക്കാളും നേരത്തെ ആണുങ്ങളെ കിട്ടണം എന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. എന്നിട്ട് പിന്നെന്ത് കല്യാണം വേണ്ടാന്ന് പറയാൻ? അതിൻ്റെ കാരണം കല്യാണത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് അവിടെ മനസ്സിലുണ്ട്. ഒരു ഭർത്തൃ വീട്ടിൽ കഴിയുന്നതിൻ്റെ പ്രയാസത്തെക്കുറിച്ച് അവർ കേട്ടു. അവരെ കൂട്ടുകാരികൾ പറഞ്ഞു,
അവളുടെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവൾ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മായിമ്മയുടെയും അമ്മോശന്റെയും കഥകൾ പറയുന്നത് ആ കൊച്ചു പെൺകുട്ടി പലതവണ കേട്ടതാണ്. അതുകൊണ്ടാ വേണ്ട പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, മാറണം. നമ്മുടെ ദാമ്പത്യ ജീവിതം മാതൃകാപരമാകും. നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മക്കൾ നമ്മളെ കളിയാക്കണം. ഉപ്പാക്ക് ഉമ്മല്ലാതെ പറ്റൂല, ഉമ്മേനെ കൊടുത്താലേ ഉപ്പാക്ക് ശരിയാവുള്ളൂ. ആ ബന്ധത്തെക്കുറിച്ച് മക്കൾക്കൊരു ധാരണ വേണം. സുഹൃത്തുക്കൾ, അങ്ങനെ ജീവിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ജീവിക്കുന്നത് തെറ്റാണോ സുഹൃത്തുക്കളെ? പള്ളിയിൽ ഇങ്ങനെ കിടക്കുക, എന്നിട്ട് തല ആയിഷറതിൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് ആയിഷറ തലമുടി വാർന്നു കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ് വലിയ അശുദ്ധിൻ്റെ കുളി കുടിക്കുമ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എവിടെയാണ് ഭാര്യയുടെ ചുണ്ട് തട്ടിയത് നോക്കിയിട്ട് ആ ഗ്ലാസിൻ്റെ അതേ ഭാഗത്ത് ചുണ്ട് വെച്ച് കുടിക്കുക. പകുതി കുടിച്ചിട്ട് പകുതി അവൾക്ക് കൊടുക്കുക. ഇതൊക്കെ ആര് ചെയ്തതാ സുഹൃത്തുക്കളെ? ഇതൊക്കെ ആര് ചെയ്തതാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ തിരുദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ റസൂലുള്ളാഹിന്റെ മാർഗങ്ങളാണ് സുഹൃത്തുക്കളെ ഇത്. ആ റസൂലുള്ളാഹിന്റെ വഴികളാണിത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുധാവനം ചെയ്യണം. വിശുദ്ധ ഖുർആന്റെ മാതൃകയിൽ നാം നമ്മുടെ മക്കളെ വളർത്തണം. അപകടത്തിലേക്കാണ് പോകുന്നത്, ചെറിയ അപകടങ്ങളല്ല. ഞങ്ങളൊക്കെ ഇത് ഇത്ര പറയണം തരുമോ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഉള്ളിൽ എന്തു നടക്കുന്നു എന്ന് കേട്ടറിഞ്ഞിട്ടാണ് പറയണത്. കറിയണം. നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളുണ്ടല്ലോ, വഴിതെറ്റിപ്പോകാൻ സുഹൃത്തുക്കളെ ഒന്നും വേണ്ട. മുഴുവൻ ഞാൻ പറയാ, ചിലപ്പോൾ നമ്മളൊക്കെ അപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ പരിപാടി അല്ലാതെ വേറൊന്നുമില്ല. ഒരു ഫോൺ കയ്യിൽ കിട്ടി, 15-ാം വയസ്സിലൊരു ഫോണും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ അത്രയും മാരകമായതാണ് കുട്ടികൾ കാണുന്നത്. ഓലെ മനസ്സിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഓലെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. ഞാൻ എന്ത് ചെയ്യുമെന്നറിയും? ഈ കുട്ടികളെത്തെ ഓരോ കേസ് കിട്ടുമ്പോൾ, തെളിവ് കിട്ടുമ്പോൾ ഞാൻ ഓലെ പാരൻസിനെ വിളിക്കും. ആ പാരൻസിനെ വിളിക്കുമ്പോൾ ആ പാരൻസിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കും. മനസ്സിലായി? ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചെറിയ താറാവ് പറ്റിപ്പനുണ്ട്, വാപ്പക്ക് വിളിച്ചു. ആദ്യം വാപ്പൻ്റെ നമ്പർ തന്നില്ല, ജ്യേഷ്ഠൻ്റെ നമ്പർ തന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ വാപ്പക്ക് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ഭയങ്കരമായി വൈകാരികമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, വളരെ നിസ്സഹായനായി അവനെ നിൽക്കുകയാണ്. ഞാൻ ആ ഫോൺ കട്ടാക്കി. എന്നിട്ട് ഞാൻ ഞാൻ ആ ഒരു മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എനിക്കൊണ്ട് വാപ്പ അവനെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ ആ സമയത്ത് ഞാൻ പറയണത് ചിലപ്പോൾ ഒരു കാര്യപ്പെടും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ വാപ്പനോട് പറയണില്ല, അടുത്ത ചാൻസിലേ ഞാൻ പറയണുള്ളൂ. ഞാൻ പറയും. സുഹൃത്തുക്കളെ, അവനെന്താണ് അങ്ങനെ ബേജാറാൻ കാരണം? അവനെപ്പറ്റി, നമ്മുടെ മക്കളെപ്പറ്റി നമ്മൾ വിചാരിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ആരാണെന്ന് അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓൻ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പനെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്, അതിൻ്റെ എത്രയോ എതിരാണ് ഇപ്പൊ പറയാൻ പോണത്. എൻ്റെ വാപ്പ തകർന്നു പോകും, തളർന്നു പോകും, ആ പ്രതീക്ഷകൾ തെറ്റിപ്പോകും. അതുകൊണ്ട് പറയരുത് നിങ്ങൾ, ഇത്ര കാലം ഞാൻ നേടിയ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, എന്നെപ്പറ്റി എൻ്റെ അപ്പ അങ്ങനെയല്ല വിചാരിച്ചിട്ടുള്ളത്. മനസ്സിലായി? ഞാൻ അങ്ങനെ വന്ന എൻ്റെ വാപ്പനെ അങ്ങനെ വളർത്തിയാണ്, എന്നെ ഇഫ്ള് കോളേജിൽ പറഞ്ഞാൽ എന്നെ അന്ന സ്ഥലത്ത് പഠിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ വാപ്പ ഇന്ന് അതറിഞ്ഞാൽ അറ്റാക്കായി പോകും. നമ്മുടെ മക്കൾ ഏത് വഴിക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല. വീട്ടിലാകുമ്പോഴുണ്ടാകുന്ന അഭിനയങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളെ വഞ്ചിതരായി പോകരുത്. ഓർക്ക് കൊടുക്കണം. ഓർക്ക് ഈ സമയത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് കൊടുക്കണം. അറിവുകൾ പകരണം. വയലിനും പരിപാടിക്കൊക്കെ നമ്മളിങ്ങനെ വന്നിരിക്കും, ഓലയും കൂടി നമ്മളെ തൊട്ടടുത്ത കസേരയിൽ ഇരുത്തി ശീലിപ്പിക്കണം. സുഹൃത്തുക്കൾ, നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇസ്ലാമികമായ നമ്മുടെ ഒരു ബാധ്യതയാകുന്നത് കൊണ്ടാണ്. സൂറത്തുൽ ലുഖ്മാൻ ഖുർആനിൽ ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം പറയാൻ അല്ല ഒരു സൂറത്ത് വെച്ചില്ലേ? അതൊക്കെ ഖുർആനികമായ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഖുർആൻ അത്രയും, അള്ളാഹുവിന് അത്രയും താല്പര്യമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകണം. നമ്മുടെ കുടുംബത്തിൽ ഖുർആൻ വേണം. നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ വിശുദ്ധ ഖുർആന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ ഈമാനിൽ ഖുർആനിൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, നമുക്ക് ഇതിലൊക്കെ ചില ബാധ്യതകളും കടമകളുമുണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിച്ച് മുന്നോട്ട് പോകണം. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, നോക്കൂ, നിങ്ങൾ കുറച്ച് അപ്പുറത്തുനിന്നപ്പുറത്തൊക്കെ വന്ന ആൾക്കാരുണ്ടാവും, എങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളുമായി നിറഞ്ഞൊരു സദസ്സ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞമ്മക്കിപ്പോൾ എന്തായാലും ചിലവ്? നമുക്കെന്താണ്? ഒരു പ്രഭാഷകരെ കിട്ടണം, ഒരു മൈക്ക് കൊണ്ടുവരണം. അതിനിപ്പം നമ്മളാരെങ്കിലും നമ്മളെ പിന്നെ എന്തെങ്കിലും
പറമ്പ് വിൽക്കേ പിന്നെ ആഭരണം വിൽക്കൊന്നും വേണ്ട. ആൾക്കാർക്ക് ഒരു ബക്കറ്റ് കയ്യിൽ കൊടുത്താൽ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? അതിൽ ഓലത്തിനൊരു വിഹിതിട്ടാൽ ഒരു പരിപാടി നടത്താനും 4 പരിപാടി നടത്താനുള്ള പൈസ കിട്ടും. നമ്മുടെ ആളുകളെ കേൾപ്പിക്കണം. ഈ ദീനി ദാവത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരു നിർബന്ധ കടമയാണ്, ബാധ്യതയാണ്. അത് നമ്മളെല്ലാവരും നിർവഹിക്കണം. നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ഗൃഹസംഗമങ്ങൾ നടക്കണം. നമ്മുടെ റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. റേഡിയോയെ കുറിച്ച് ഞമ്മക്ക് തന്നെ അറിയില്ല. നമ്മുടെ പീസ് റേഡിയോയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരാൾക്ക് വീട്ടിലിരുന്ന് ദീന് കേൾക്കാനും പഠിക്കാനും പറ്റുന്ന വലിയ സംവിധാനം എന്തൊക്കെ ഉണ്ടായാലും സുഹൃത്ത്. ഖുർആൻ്റെ ഹിഫ്ളുണ്ട്, ഖുർആൻ്റെ ക്ലാസ് ഉണ്ട്, നമ്മുടെ ചോദ്യോത്തരങ്ങളുണ്ട്, നമ്മുടെ കുടുംബപരമായ സംശയങ്ങൾക്കുള്ള മറുപടി ലൈവ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ച ഇപ്പം ഞാൻ ഒരു പരിപാടിക്കും ചൊവ്വാഴ്ച പോകല്ല, എല്ലാ ചൊവ്വാഴ്ചയും റേഡിയോയിൽ പോകല. 8:45 മുതൽ 9:30 വരെ ആളുകൾ ഈ കുടുംബപരമായി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ലൈവ് കൗൺസിലിംഗ് എന്നുള്ള പേരിൽ നമ്മൾ കുറേ ആഴ്ചകളായി മാസങ്ങളായി നടത്തി വരുന്നു. ദീന് പഠിക്കാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. ഈ അവസരങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുത്തുകയും ദഅവത്ത് ദീന് അതിശക്തമായി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. വളരെ കുറഞ്ഞ സമയം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ, ഒരു 10 വർഷത്തിൻ്റെ മേലെ ആയിട്ടുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ദീൻ വിശുദ്ധ ഖുർആൻ പച്ചയായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. ആ പ്രയാണ വീതിയിൽ നിങ്ങൾ ഉണ്ടാവണം, ആ പരിപാടികൾക്ക് നിങ്ങളുടെ പണമിറങ്ങണം, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം, അതിൻ്റെ സംഘാടകരാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ ശക്തമായ പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ പണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനങ്ങൾ ആരംഭിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ അതിൻ്റെ എതിരാളികളായ ആളുകൾ ഒരിക്കലും നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. പ്രവാചകനെ സാധാരണ മനുഷ്യനായി കാണുന്നവർ, സ്വലാത്ത് ചെല്ലാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, ദിക്ർ ചെല്ലാത്തവർ, വാപ്പാനിമ്മാനെയൊക്കെ പോത്തിനെ കുഴിച്ചിടുന്ന പോലെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ കേൾക്കണം, നമുക്ക് മനസ്സിലായിരുന്നു ഇതൊക്കെ നമ്മൾ നുണ പറയാണ്. ഇന്ന് സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെ രാപ്പനി അറിയുന്നവർ, നമ്മുടെ ചൂടറിയുന്നവർ അതിനേക്കാളും വലിയ അപരാധങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ, പക്ഷേ ആ അപരാധങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നമ്മൾ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്നവരെക്കുറിച്ച് തൗഹീദില്ലെന്ന് പറയുമ്പോൾ, ശിർക്കിലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊന്നും വലിയൊരു ഗൗരവത്തിൽ എടുക്കാത്ത എന്താ വെച്ചാൽ നമ്മുടെ വഴി ഏതാണോ ആ വഴിയിൽ നീങ്ങാതിരിക്കാനും ആ വഴിയിൽ തടസ്സമുണ്ടാക്കാനും പറയുന്ന വാക്കുകളുടെ പിറകെ നമ്മൾ കൂടിക്കൂടല്ലോ. എന്നാലും തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ചു കൊടുക്കാൻ നമ്മൾ എന്നും ശ്രമിക്കാറുണ്ട്. ഈ ഖുർആനിൻ്റെ പാതയിൽ, പ്രവാചകൻ്റെ ചര്യകളുടെ പാതയിൽ, സ്വഹാബത്തിൻ്റെ പാതയിൽ, മൻഹജു സലഫിൽ ആ പ്രവാചകൻ്റെ ശേഷം സ്വഹാബത്ത് സ്വീകരിച്ച, പിൽക്കാലക്കാർ സ്വീകരിച്ച ആ സത്യത്തിൻ്റെ സരണയിൽ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. തീർച്ചയായും ഇതൊരു സത്യത്തിൻ്റെ മാർഗമാണ്, സ്വർഗത്തിൻ്റെ വഴിയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും ദീന് കൂടുതൽ ഉൾക്കൊള്ളുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ആ തണലിൽ ജീവിച്ച അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ